ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജീപ്പ് മെറിഡിയനാണ്. എന്തിനാണ് മെറിഡിയൻ കൊണ്ടുവന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്? 2 മാസം മുമ്പെല്ലാം നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒരെണ്ണം ചെയ്തതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും. പക്ഷേ മെറിഡിയൻ ചെറിയ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. കാരണം അഡാസ് പോലുള്ള കുറച്ച് 1-2 ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തൊരു വേരിയൻ്റാണ് ഓവർലാൻഡ് എന്ന എഡിഷൻ. ഓവർലാൻഡ് നേരത്തെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടാണ് കമ്പനി ലോഞ്ച് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഓവർലാൻഡാണ് ഫുൾ ഓപ്ഷനായിട്ട് മെറിഡിയൻ കണക്കാക്കുന്നത്. അപ്പം പ്രൈസ് ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയതിന് കമ്പനി ഒരു ചാർജും അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്നില്ല. പഴയ പ്രൈസിലും കുറവ് പ്രൈസിലാണ് ഇപ്പോൾ നമുക്ക് മെറിഡിയൻ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. 1-2 ഫീച്ചേഴ്സിനുള്ള കുറവ് അത് നികത്തിക്കൊണ്ട് അതേ എഞ്ചിനും അതേ ഗിയർ ബോക്സും നമ്മളെ ഹരം കൊള്ളിക്കുന്ന സംഭവം ഇതൊക്കെയാണ്. കാരണം ജീപ്പിൻ്റെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, ക്വാളിറ്റി, ആ ഒരു ബ്രാൻഡ് വാല്യൂ, ആ ഒരു ഫിയറ്റിൻ്റെ 2 ലിറ്റർ മൾട്ടി ജെറ്റ് എഞ്ചിൻ തരുന്ന ആ ഒരു പെർഫോമൻസ് കിക്ക്, ആ ഒരു 9 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ്, ഇതൊക്കെയാണ് നമുക്ക് മെറിഡിയൻ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് പോയി കാണുക. ഇപ്പോൾ ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചെന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. പുതിയ മെറിഡിയനിൽ ഡിസൈൻ വെച്ച് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസും ഇല്ല. നമ്മൾ നേരത്തെ എങ്ങനെ ഒരു മെറിഡിയൻ കണ്ടോ അതേ ഫീൽ തന്നെയാണ്. ഒറ്റ ഒരു മാറ്റവും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പ്രധാന മാറ്റം ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ അഡാസിൻ്റെ ഒരു ക്യാമറ അവിടെ കാണാം, റെഡാർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും, ആ ഒരു 7 സ്ലോട്ട് ഗ്രില്ലാണെങ്കിലും, ആ ഒരു മസ്കുലാർ ഫീൽഡാണെങ്കിലും, വളരെ സിമ്പിളായിട്ടും വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റും, ആ ഒരു ക്രോം ഫിനിഷും, മൊത്തത്തിൽ കാണുമ്പോൾ ആ ഒരു SUV ഗാംഭീര്യവും, വളരെ മിനിമലായിട്ടുള്ള ഡിസൈനാണ്. പക്ഷെ ഒരു കാലത്ത് ഔട്ടായിട്ട് ആകത്തില്ല. ഇപ്പം കാണുമ്പോൾ നമുക്ക് ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഫീൽ, ആ ഒരു ലുക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ അത്രയും ബോൾഡായിട്ടുള്ളൊരു SUV ആണ് ഏറ്റവും പുതിയ മെറിഡിയനിലെ കോമ്പസ് ആയിക്കോട്ടെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർലാൻഡ് എന്ന ഏറ്റവും പുതിയൊരു എഡീഷനാണ്. നേരത്തെ ഇത് ലിമിറ്റഡ് എഡീഷനായിട്ട് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഫുൾ ഓപ്ഷനായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു ഓവർലാൻഡ് തന്നെയാണ്. 18 ഇഞ്ച് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു അലോയുടെ ഡിസൈനിലാണെങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീൽ ആർച്ചിൻ്റെ ഭംഗിയാണെങ്കിൽ അതുമൊക്കെ ജീപ്പിൻ്റെതായ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും ആ ഒരു 7 സ്ലോട്ട് ഗ്രില്ലും ആ ഒരു വീൽ ആർച്ചിൻ്റെ ഡിസൈനും ഒക്കെ ജീപ്പിന് മാത്രമുള്ള ക്യാരക്ടറാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ മിറേഴ്സ് ആണെങ്കിലും ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ടേൺ ഇൻഡിക്കേറ്ററും ഒരു ക്രോം എലമെൻ്റൊക്കെ ആയിട്ട് അതും ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മെറിഡിയൻ എന്നുള്ള ബാഡ്ജിങ് കാണാം. കൂടുതൽ അങ്ങനെ ഞാൻ വലിച്ചു വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഡിസൈൻ വൈസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ട് വരുന്ന അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ്. ഫീച്ചേഴ്സിൽ വന്നുള്ള മാറ്റവും ഇൻറ്റീരിയറിൽ വന്നൊരു കളർ തീമിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ആ ഒരു പേര് നമുക്ക് ആ ഒരു റിയർ ടെയിൽ ലാമ്പ് യൂണിറ്റും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടേ. റിയർ ഡിസൈൻ നോക്കുവാണെങ്കിലും വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ്, അതൊരു ക്ലിയർ ലെൻസ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ള ഒരു സ്മോക്ഡ് ഫീല്, അവിടെ ഒരു ക്രോം എലമെൻ്റൊക്കെ കൊടുത്ത് അങ്ങേയറ്റം എലഗൻ്റ് ആക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓവർലാൻഡിൽ വന്ന പ്രധാന മാറ്റം ഓവർലാൻഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്ത് തന്നെയാണ്. അല്ലാതെ യാതൊരു ചേഞ്ചസും ഇല്ല. 4x4 എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാണാം. ഇലക്ട്രിക് ടെയിൽ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ടെയിൽ ഗേറ്റിൻ്റെയും ഓപ്പണിങ്ങും ഒക്കെ നമുക്ക് വിശാലമായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പം മെറിഡിയൻ്റെ പ്രത്യേകതയാണ് ജീപ്പ് കോമ്പസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 7 സീറ്റർ ആണെന്നുള്ള ആ സീറ്റ് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബൂട്ട് സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. സിംഗിൾ ടച്ചിൽ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കമ്പനി നൽകിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇന്റീരിയർ കയറിയിട്ട് അവിടുത്തെ ചേഞ്ചസും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓവർലാൻഡ് എഡീഷനിൽ വന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ കളർ തീം ടോട്ടലി ചേഞ്ച് ആയി. നേരത്തെ തന്നെ ഒരു അൾട്രാ പ്രീമിയം ഒരു ടാൻ ബ്രൗൺ ആയിരുന്നെങ്കിൽ ഇപ്പം പക്ക ടാൻ കളർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും അതിൻ്റെ അപ്പോൾസ്ട്രി ആണെങ്കിലും ഒന്നും ഒരു രക്ഷയില്ല. അങ്ങേയറ്റം കംഫർട്ടബിൾ ആണ്. അങ്ങേയറ്റം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഈ ഒരു കളർ തീം ഓവർലാൻഡിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇവിടെ ഒരു ഡെനിയം ഫിനിഷ്, എന്തോ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അൽക്കാൻഡ്ര ഫിനിഷ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സ്റ്റിച്ചിങ് ഒക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ ഫിനിഷ്, ആ ഒരു AC കൊണ്ട് കണക്ട് ചെയ്ത് പോകുന്ന ഡിസൈൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഏറ്റവും പുതിയ 2021 ജീപ്പ് കോമ്പസിൽ വന്നപ്പോൾ തൊട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു 9 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. അതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ആണെങ്കിലും ആ ഒരു സ്വിച്ച് ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, ഞാൻ പറഞ്ഞ ആ ഒരു നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു ഗിയർ ബോക്സ്, ആ ഒരു 9 സ്പീഡ് ടോർക്ക് ഒരു ഗിയർ ബോക്സ് കാണാം. ഇവിടെ 4 വീൽ ഡ്രൈവിൻ്റെ ഫംഗ്ഷനും ഹിൽ ഡിസൈൻ കൺട്രോളും ബാക്കി പരിപാടിയെല്ലാം കാണാം. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. ആ ജീപ്പ് എന്നുള്ള ബ്രാൻഡിങ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രൗഡ് ഫീലാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഡുവൽ ടോൺ ക്ലൈമറ്റ് AC, ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോള്. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും ആ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഫിനിഷ് ആണെങ്കിലും ഒക്കെ എടുത്ത് പറയാനാണ്. അതൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഹെവി ഫീൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ ഒന്നും ഇല്ല. ടയർ പ്രഷർ മോണിറ്ററിംഗ് പോലുള്ള എല്ലാ കൺട്രോൾസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഡോർ പാഡിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിലും ഇവിടെ നമുക്ക് മിറേഴ്സും പവർ വിൻഡോയുടെ കൺട്രോൾസും എല്ലാം അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് വാണിംഗ് ഒക്കെ കിട്ടും. നമ്മുടെ ലെഫ്റ്റ് സൈഡ് വഴി വരുന്ന വണ്ടി കയറി വരുവാണെങ്കിൽ അവിടെയുള്ള വാണിംഗ്, അതൊക്കെ അഡാസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് പനോരമിക് സൺറൂഫ്, അതിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അതും എല്ലാം നൽകിയിട്ടുണ്ട്. ഒന്നും വിട്ടുപോകാതെ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയാണ് ഏറ്റവും പുതിയ മെറിഡിയൻ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ 1-2 ഫീച്ചേഴ്സ് പറയാൻ വിട്ടുപോയി. കാരണം ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് മാത്രമല്ല ഫ്രണ്ട് 2 സീറ്റും ഇലക്ട്രിക്കലി പവർ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് മാത്രമല്ല
ഡ്രൈവർ സീറ്റ്, മെമ്മറി ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഫീച്ചർ ലോഡാണ്, അൾട്രാ ലക്ഷറി ആണ്, നല്ലൊരു എഞ്ചിൻ ഗിയർ ബോക്സ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കാൻ നേരത്തെ ഒരു വണ്ടിക്ക് വേണ്ട എല്ലാം ഇതിനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാഹനം എടുക്കുന്നവരുടെ എല്ലാ എക്സ്പെക്ടേഷൻസും മീറ്റ് ചെയ്യുന്ന ഒരു വാഹനമായിട്ട് കൂടി മെർഡിയനെ കണക്കാക്കാം. സെക്കൻഡ് റോയും ഒരു തരത്തിലും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു രക്ഷയില്ല, പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയാണ്. ഞാൻ ഉദ്ദേശിച്ചത് നല്ല കംഫർട്ടുള്ള സീറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. തേർഡ് റോ ഇപ്പോൾ കിടത്തിയിട്ടിരിക്കുന്നതുകൊണ്ടും എനിക്ക് അങ്ങോട്ട് കയറാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അതിൻ്റെ സ്പേസ് ഞാൻ കാണിക്കുന്നില്ല. അത് കുട്ടികൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള സീറ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ 6 എയർ ബാഗ് ഉണ്ട്. എയർ ബാഗ് ഇല്ലെങ്കിൽ തന്നെ നല്ല ഉരുക്കാണ്, കാരണം നല്ല സേഫ്റ്റി, നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി, നല്ല റോഡ് ഗ്രിപ്പ്, നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ബ്രാൻഡാണ് ജീപ്പ് എക്കാലത്തും എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരും. ഇനി നമുക്ക് ജസ്റ്റ് ഔട്ട് റോയിലോട്ടും ജസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വാഹനം ഡ്രൈവ് ചെയ്ത് കാണിക്കാത്തതെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഷോറൂമിനകത്ത് ഡിസ്പ്ലേ കിടക്കുന്ന ഒരു വാഹനമാണ്. ഓവർലാൻഡിൻ്റെ ഡ്രൈവ് വണ്ടി സെറ്റ് ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഡ്രൈവ് കാണണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽഡ് ഡ്രൈവ് റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓടിച്ചപ്പോൾ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അല്ലെങ്കിൽ പണ്ട് തൊട്ട് തന്നെ ജീപ്പ് കോമ്പസ് ആയിക്കോട്ടെ, അതൊക്കെ ഓടിക്കുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ തന്നെയാണ്. കാരണം 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ്, ആ ഒരു സ്റ്റെബിലിറ്റി, പിന്നെ ആ ഒരു 6 സ്പീഡ് അല്ലെ 9 സ്പീഡ് ടോർക്ക് കൺവേർട്ട് ഗിയർ ബോക്സിൻ്റെ എല്ലാം കൂടി ആ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ നിങ്ങളൊന്ന് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എല്ലാം മീറ്റ് ചെയ്യും. പെർഫോമൻസ് വൈസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സേഫ്റ്റി വൈസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കുറച്ചെങ്കിലും ഒന്ന് ബാക്കിലോട്ട് നിന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായിരിക്കും. ഇപ്പോൾ ഫീച്ചേഴ്സും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ അഡാസ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തി. ലക്ഷറിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ല ഒരു പ്ലഷറിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ കൂടി എല്ലാം തികഞ്ഞൊരു വാഹനത്തിന് നിങ്ങൾ അത്രത്തോളം ഒരു എമൗണ്ട് കൂടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നിലവിൽ ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടും നേരത്തെ ഉള്ള പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഡ്രോപ്പും സംഭവിച്ചിട്ടുണ്ട്. 47 lakhs ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 47 ലക്ഷം രൂപ ഓൺ റോഡ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ 7 സീറ്റർ SUV ആണ് ഏറ്റവും പുതിയ ജീപ്പ് മെർഡിയൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.